ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈഹാർഡ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തമ്പനയിൽ കണ്ട് എന്നെ തെറി വിളിക്കാൻ വേണ്ടി വീഡിയോയിലേക്ക് വന്ന് കമന്റ് ബോക്സ് ഇപ്പോൾ തുറന്നവരോട് എനിക്ക് പറയാനുള്ളത് നോഹ സദോയ്ക്ക് ഇഞ്ചുറി പറ്റിയെന്ന വാർത്ത സത്യം തന്നെയാണ്. നോഹ സദോയ്ക്ക് ഇഞ്ചുറി പറ്റിയ കാര്യം നിലവിൽ ഒരു പ്രമുഖ മാധ്യമവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഐ ആം ഡൈഹാർഡ് KBFC എന്ന് പറയുന്ന എന്റെ ചാനൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഐ വിൽ ടേക്ക് ദ ഓൾ ദി റെസ്പോൺസിബിലിറ്റി അബൌട്ട് ദിസ് ന്യൂസ്. ഇന്നലെ നമ്മുടെ ചാനൽ ടീമിലെ തന്നെ ഒരാൾ നോഹയെ നേരിട്ട് കണ്ടപ്പോൾ കിട്ടിയ ചില വിവരങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, അല്ലാത്തവർക്ക് എക്സിറ്റ് ആയി പോകുന്നതാണ്. അറ്റ് ദ എൻഡ് ഈ ഒരു വാർത്ത ഫേക്ക് ആയി തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് തന്നെ കുറ്റപ്പെടുത്താം, ബ്ലെയിം ചെയ്യാം, തെറി വിളിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ കിടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ പോലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നോഹന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ISLന്റെ അഭിമുഖത്തിൽ നമ്മുടെ പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ദിമിത്രോസ് ഡയമൻഡോക്കോസ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെയും ഈസ്റ്റ് ബംഗാൾ ഫാൻസിനെയും കമ്പയർ ചെയ്ത് ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ദിമി പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ഓടിച്ചു പറയുകയാണ്. ദിമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നോ രണ്ടോ മത്സരങ്ങൾ നമ്മളൊരു മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിന്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്യാറില്ല. എത്ര കണ്ട് വലിയ പ്രശ്നം ഉണ്ടായാൽ പോലും അവരുടെ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന ഓരോ പ്ലേയേഴ്സിനും അവർ കൊടുക്കുന്ന സപ്പോർട്ടും സ്നേഹവും ഒക്കെ വളരെ വലുത് തന്നെയാണ്. ഫാൻസും പ്ലേയേഴ്സും തമ്മിൽ വലിയൊരു സ്ട്രോങ് കെമിസ്ട്രി തന്നെ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ സാധിക്കും. ബട്ട് ഞാൻ ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ നേരെ വിപരീതമായിരുന്നു. ഈസ്റ്റ് ബംഗാൾ ഫാൻസിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ ഗോൾ അടിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഞാൻ ഗുഡ് പ്ലെയറും, ഒരു കളിയിലെങ്ങാനും ഗോൾ അടിച്ചില്ലെങ്കിൽ ഞാൻ അവർക്ക് ഒരു ബാഡ് പ്ലെയറുമായി മാറുന്നു. ഇവിടുത്തെ ആളുകൾക്ക് അവരുടെ ഒപ്പീനിയൻ വളരെ ഈസി ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ദിമി പറയുന്നത്. എന്തായാലും ഈസ്റ്റ് ബംഗാളിൽ ദിമിത്രോസ് ഡയമൻഡോക്കോസ് അത്ര കണ്ട് സന്തോഷവാനല്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ദിമിയുടെ ഈ വാക്കുകൾ കേട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ എന്തായാലും നമുക്ക് നേരെ നോഹ സദോയുടെ ഇഞ്ചുറി അപ്ഡേറ്റിനെ പറ്റി തന്നെ സംസാരിക്കാം. നോഹയുടെ ഇഞ്ചുറിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് നോഹക്ക് മുട്ടിന് ചെറിയ പരിക്ക് പറ്റി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നോഹ ഇന്ന് തന്നെ മൊറോക്കയിലേക്ക് മടങ്ങിപ്പോകുന്നതായിരിക്കും. ഏകദേശം 2 ആഴ്ചത്തെ റെസ്റ്റാണ് നോഹ സദോയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളായ മോഹൻ ബഗാനെതിരുള്ള മത്സരവും അതേപോലെ തന്നെ FC ഗോവക്കെതിരുള്ള മത്സരവും നോഹക്ക് നഷ്ടപ്പെടുന്നതാണ്. തൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്നതെന്നും നോഹ പറയുകയുണ്ടായി. സോ എന്തായാലും ഇനി അടുത്ത മാസം മാർച്ച് 1 ജംഷഡ്പൂരായിട്ടുള്ള മാച്ചിൽ നോഹക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും നമുക്കറിയാം കടുകട്ടി മത്സരങ്ങളാണ് വരുന്നത്. ചെന്നൈയായിട്ട് കളിച്ച പോലെ ആയിരിക്കില്ല മോഹൻ ബഗാനായിട്ടുള്ള മാച്ചുകളൊക്കെ. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺ ഗൈസ്.